ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെയാണ് ഭാരതാംബയുടെ ചിത്രം ആറ്റുകാലില് പൂന്തുറ പരുത്തിക്കുഴി സ്വദേശികളായ 3 മദ്രസ വിദ്യാർത്ഥികൾ കീറിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്നത്. ഒരു കുട്ടി ചുറ്റിനും നോക്കുന്നു, ആരെങ്കിലും നമ്മളെ വീക്ഷിക്കുന്നുണ്ടോ, നോക്കുന്നുണ്ടോ. രാത്രിയുടെ മറവ് തന്നെയാണ് ഈ കുട്ടികൾ തിരഞ്ഞെടുത്ത ഒരു സമയം. സുന്നി വേഷധാരികളാണ്, സുന്നി മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്ന് CCTV ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ്. ഇവർക്ക് ആറ്റുകാലിൽ വെച്ചിരിക്കുന്ന ഭാരതാംബയോട് ഇവർക്ക് ഇത്രമാത്രം വിരോധമുണ്ടാകാൻ എന്താണ് കാരണം? ഇവരെവിടെ നിന്നാണ് ഈ മതവിദ്വേഷം പഠിക്കുന്നത്? ഇവരെ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്ന വിജ്ഞാനം എന്താണ്? ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊന്നും ഇതൊരു വാർത്തയല്ല. ഇന്നിപ്പോഴിതാ കൊല്ലത്ത് ഒരു മദ്രസ അധ്യാപകനായ 29കാരൻ 2015 മുതൽ 2018 വരെ തുടർച്ചയായി അവിടെയുള്ള പല മദ്രസ വിദ്യാർത്ഥികളെയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായിട്ട് വാർത്തകൾ വരും. അയാളുടെ ചിത്രം പല മാധ്യമങ്ങളിലും കൊടുത്തിട്ടില്ല. അയാളുടെ പേര് വിവരങ്ങൾ നല്ലൊരു ശതമാനം മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല. അയാളുടെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല. മദ്രസയുടെ പേര് കൊടുത്തിട്ടില്ല. ഈ വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വൈറലായതോടുകൂടി ഈ വാർത്ത കൊടുക്കാൻ ഇവർ നിർബന്ധിതരായി. ആ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി നാമമാത്രമായി ഇവർ വാർത്ത കൊടുത്തു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയല്ല. അവർക്കാകെ പറയാനുള്ളത് എന്താണ്? താടിയും മുടിയും നരച്ച ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടോ? അതവർക്ക് വലിയ രൂപത്തിൽ വാർത്തയാണ്. അതവർ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കും. ബോഡി ഷേമിങ് നടത്തും. സീരിയൽ താരങ്ങളായ 2 പേര് വിവാഹിതരായി. അയാളുടെ താടി നരച്ചിരിക്കുന്നു. അവരെ കല്യാണം കഴിക്കുന്ന പെണ്ണിനില്ലാത്ത, അവർക്ക് 2 പേർക്കും ഇല്ലാത്ത, അവരുടെ കുടുംബക്കാർക്കില്ലാത്ത വേദനയാണ് ഇവർക്ക്. അവർ 2 പേരും തമ്മിൽ 3 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. പിന്നെ മറ്റൊരു വാർത്ത എന്താണ്? ഒരു സ്ത്രീ, കുറച്ച് പ്രായം കൂടിയ ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ചു, ഒരു യുവാവ്. ഇവരമ്മയും മകനുമാണോ എന്ന് എല്ലാവരും ചോദിച്ചു. അവര് ഗർഭിണിയായി. പരസ്പരം ബന്ധപ്പെടുന്നത് കൂടി വീഡിയോ ചെയ്തിടാത്തത് നന്നായി പോയി. കാരണം ബാത്റൂമിൽ കയറുന്നത് മുതൽ മൂത്രമൊഴിക്കണ്ടേ, പ്രഗ്നൻസി കാർഡിനകത്ത് ഇത് ഇറ്റിക്കണ്ടേ, അതിനകത്ത് 2 ലൈൻ വരണ്ടേ, ഇതെല്ലാം വീഡിയോ ചെയ്തിട്ട് നാണവും മാനവും ഇല്ലാത്ത ഒരു അന്തരീക്ഷമായി സൈബർ ഇടങ്ങൾ മാറിക്കഴിഞ്ഞു. മറ്റൊരു പുരുഷൻ ആദ്യം ഒരു വിവാഹം കഴിച്ചു, അത് മറച്ചു വെച്ച് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു, അതിലൊരു മകള്. അവരെയും ഒഴിവാക്കി 3ാമതൊരു വിവാഹം കഴിക്കുന്ന ഒരു ഡോക്ടർ, 4ാമത് വേറൊരു വിവാഹം കഴിക്കുന്നു, കുടുംബത്തിലെ അംഗം തന്നെയാണ്. അത് വലിയ രൂപത്തിൽ വാർത്തകൾ. മറ്റൊരാൾക്ക് 2 ഭാര്യമാർ. ആ 2 ഭാര്യമാർക്കും മക്കൾക്കുമായി യൂട്യൂബിൽ 7-8 ചാനലുകൾ. രാവിലെ നേരം വെളുക്കുന്നത് മുതൽ ഇരുട്ടുന്നത് വരെ എല്ലാ കാര്യങ്ങളും തുറന്ന പുസ്തകം പോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനകത്ത് വീഡിയോ ചെയ്ത് അതൊരു സുഖം. ഇന്നിപ്പോൾ ഒരു പാട്ടുകാരൻ്റെ മകള് മെച്ചുവറായി, നമ്മുടെ നാട്ടിൽ പറയും പ്രായമായി, മെൻസസ്സായി. ഇതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ആള് പറയുന്ന ന്യായീകരണം. എൻ്റെ മോളുമായിട്ട് ഞാൻ പൊതുവേദികളിലൊക്കെ പോകുമ്പോൾ എൻ്റെ മോളെ ആളുകൾ കെട്ടിപ്പിടിക്കാറുണ്ട്, ഉമ്മ വെക്കാറുണ്ട്. അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാണ് ഇത് പബ്ലിഷ്. ഇത്രയും നാണം കിട്ടുപോയോ ഈ സമുദായം? പ്രായമാകുന്നതും ഗർഭിണിയാകുന്നതും മക്കളെ ഉണ്ടാക്കുന്നതും വീട്ടിലുള്ള സകലമാന കാര്യങ്ങളും എന്താണോ രഹസ്യമാക്കി വെക്കേണ്ടത് അതെല്ലാം പരസ്യമാക്കുന്ന ഒരു സമുദായമായി മുസ്ലിം കമ്മ്യൂണിറ്റി അധപ്പതിച്ചതിൻ്റെ പിന്നിൽ എന്താണെന്നറിയാം? മണൽത്തരികളെ പോലെയാണിതൊക്കെ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, നമ്മൾ മുറുക്ക പിടിക്കുന്തോറും കയ്യിൽ നിന്നും ഊർന്നു പോകും. അതുപോലെയാണ് ഇവിടെ. സ്ത്രീകളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ, മുസ്ലിം സമുദായത്തിലെ നേതാക്കൾ
അവരെ വരിഞ്ഞു മുറുക്കി മതനിയമങ്ങൾ കൊണ്ട്. സംഗീതം തെറ്റ്, ഫോട്ടോ എടുക്കുന്നത് തെറ്റ്, ഡാൻസ് കളിക്കുന്നത് തെറ്റ്, അന്യപുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യുന്നത് തെറ്റ്, ആൺ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് തെറ്റ് എന്ന് തുടങ്ങി ലിപ്സ്റ്റിക് ഇടുന്നത് വേശ്യാവൃത്തി, പെർഫ്യൂം അടിക്കുന്നത് വേശ്യാവൃത്തി, പുരികം ഷേപ്പ് ചെയ്യുന്നത് വേശ്യാവൃത്തി, ഇങ്ങനെ ഓരോരോ ഇതളുകൾ തിരിച്ച് മുസ്ലിം സമുദായത്തിനുമേൽ ഇവർ ഒരുപാട് കർക്കശമായ ഗോത്ര നിയമങ്ങൾ, അപരിഷ്കൃത ഗോത്രകാലത്തെ മതനിയമങ്ങൾ ഈ സമുദായത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അതിനെ ഭേദിച്ച് പുറത്തു വരാൻ സന്നദ്ധരായി, നിർബന്ധിതരായി. അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുകളിലൂടെ ബ്ലോഗേഴ്സ് അതുപോലെ എമിറ്റേറ്റിംഗ് താരങ്ങൾ അങ്ങനെ തുടങ്ങി ആ മതനിയമങ്ങളെയൊക്കെ പൊളിച്ചെഴുതാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് ഒരു ഉസ്താദിൻ്റെ ഭാര്യ ഒരു സംഖ്യയോടൊപ്പം പോയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നിലവിളിയായിരുന്നു. ഉസ്താദിൻ്റെ ഭാര്യയാണ്, ഉസ്താദിന് മാലിയിൽ പോയി വേറെ കല്യാണം കഴിക്കാം. ഉസ്താദിന് 2ാം ഭാര്യയായോ 3ാം ഭാര്യയായോ ഒക്കെ ഈ പെണ്ണിനെ വെച്ചുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ അവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോൾ ആ പെണ്ണെടുത്ത തീരുമാനം തെറ്റായിപ്പോയത്രേ. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിൻ്റെ അനുഭവസ്ഥരവരല്ലേ, അവരങ്ങ് അനുഭവിച്ചോളൂല്ലോ. എന്നിട്ട് അവരുടെ കുട്ടിയെ അനാഥാലയത്തിലാക്കിയെന്നൊക്കെ പറഞ്ഞ് അവരെ മാനസികമായി തകർക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. സോഷ്യൽ മീഡിയയിലെ ചില താരങ്ങൾ അങ്ങനെയാണ്. അവരുടെ ജീവിതം കുത്തഴിഞ്ഞതായിരിക്കും, എന്നാലും അവർ മറ്റുള്ളവരെ ഇങ്ങനെ കിണ്ടിക്കൊണ്ടേയിരിക്കും. ലിവിങ് ടുഗദറും കെട്ടിയതുമൊക്കെ എണ്ണമറ്റ ആളുകൾ ഉണ്ടാകും, എന്നാലും ഇവരടുത്ത് കെട്ടി, മറ്റവര് 2 ഭാര്യ, ഇവരടുത്ത് കെട്ടാൻ പോകുന്നു, ഇവരടുത്ത് കെട്ടാൻ പോകുന്നു. കണ്ടന്റുകളില്ല, ഒന്നത്. 2, ഫോളോവേഴ്സ് ഉള്ള ആളുകളെ ചൊറിഞ്ഞാലേ കാര്യമുള്ളൂ. നമ്മളെക്കാൾ ഉയരത്തിൽ പറക്കുന്നവരോടല്ലേ നമുക്ക് അസൂയ തോന്നും. നമ്മളെക്കാൾ താഴെയുള്ള, ഒരു കഴിവുമില്ലാത്ത, ഒരു മേഖലയിലും പ്രശോഭിതമാകാത്ത ആളുകളോട് ആർക്കെന്താ അസൂയ തോന്നാനാ? ഇന്നിപ്പോ 3 കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാ. ഭാരതാംബയുടെ ചിത്രം കീറി എവിടെ വാർത്തയായി? മദ്രസ അധ്യാപകൻ 3 വർഷമായി ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു, എവിടെ വാർത്തയായി? പക്ഷേ ഉമ്മയുടെ പ്രായമുള്ള ആളെ കെട്ടിയ മുത്തുനബിയും ഖദീജയും, അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അവരെ പറയുന്നത്, അവര് ഗർഭിണിയായത് വാർത്തയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ദുരന്തങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ അല്ലേ? നന്ദി.